യെസ് ഫ്രണ്ട്സ്, അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് GSTയുടെ ബേസിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞൊരു വേർഡിങ്സ് ഉണ്ടായിരുന്നു. GSTയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മളുടെ ITC അല്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളൊരു ടൈമൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നത് ഫർദർ ഡിസ്കഷനിലോട്ട് GSTയുടെ ബാക്കിയുള്ള ബേസിക് ഏരിയയിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ITC എന്താണ് സംഭവം, എന്തുകൊണ്ടാണ് ആക്ച്വലി GST ലോ വരാനുള്ള കാരണം തന്നെ സംതിങ് ഒരു പഴയ ടാക്സേഷൻ സിസ്റ്റത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പുതിയൊരു ഇതിലോട്ട് മാറുള്ളൂ അല്ലേ. അപ്പോൾ 2017 ജൂലൈ 1 GST ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന ടാക്സേഷൻ സിസ്റ്റത്തിന്റെ പോരായ്മകൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു പോരായ്മകൾ എന്താ പറയുക നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇതിലോട്ട് വന്നത്, GSTയിലോട്ട് വന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത്, അപ്പോൾ GSTയിലോ നല്ല വ്യക്തമായിട്ട് പഠിക്കണമെങ്കിൽ അപ്പോൾ GSTയുടെ ബെനിഫിറ്റ്സും അപ്പോൾ പണ്ടത്തെ പോരായ്മകൾ GST ലോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം, പണ്ടത്തെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു, ഓൾഡ് ടാക്സേഷൻ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു മനസ്സിലാക്കിയാലാണ് നമുക്ക് കറക്റ്റായിട്ട് GST ലോ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൾഡ് ടാക്സേഷൻ സിസ്റ്റത്തിലോട്ടൊന്ന് പോവാം. ഓക്കെ, അപ്പോൾ ഓൾഡ് ടാക്സേഷൻ സിസ്റ്റം പൊതുവെ നമ്മൾ എന്തറിയപ്പെടും, വാറ്റ് അല്ലേ. അപ്പോൾ ആക്ച്വലി വാറ്റ് തന്നെയാണ് GST. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഗൂഗിളിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമലി കനേഡിയൻ മോഡൽ എന്നൊക്കെ പറയുമ്പോൾ, കനേഡിയൻ മോഡൽ വാറ്റ് എന്നൊക്കെ പറയുമ്പോൾ, ഈവൻ ഗൂഗിളിൽ കാണിക്കുമ്പോൾ കനേഡിയൻ വാറ്റ് ബാർ GST എന്നുള്ള രീതിയിലാണ് ഇന്റർനാഷണലി ഈ വാറ്റും GST ഒക്കെ ഇന്റർചേഞ്ചബിളി എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വാറ്റ് GST അതൊക്കെ ഇന്റർചേഞ്ചബിളി സെയിം മീനിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളിലടക്കം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് അത് കാണിക്കാം. അപ്പോൾ എനിവേ, അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എന്നാണ് വാറ്റ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു. 2004 വിജയ് കേൽക്കർ കമ്മിറ്റി റെക്കമെൻഡേഷൻ GST കൊണ്ടുവരുന്ന റെക്കമെൻഡേഷന് ശേഷം 2/3 മെജോറിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ രാജ്യത്ത് 2005 ഓക്കെ, ഇന്ത്യയിൽ 2005 എന്ത് ചെയ്തത്, വാറ്റ് സിസ്റ്റം കൊണ്ടുവന്നത്. സ്റ്റേറ്റ് ലെവലിൽ 21ഓളം സ്റ്റേറ്റുകൾ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഒരു സ്റ്റേറ്റിൽ 2003 ഹരിയാനയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 2003 ഹരിയാനയിലും ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ 2005 ഇന്ത്യയിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തത്, വാറ്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പൊതുവെ സ്റ്റഡി മെറ്റീരിയൽ ഡിസ്കഷനിലോട്ടൊന്നും പോയിട്ടില്ല. സ്റ്റഡി മെറ്റീരിയൽ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ക്ലാസ്സുകൾക്ക് ശേഷമായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് ബുക്ക് നിങ്ങളുടെ സെൽഫായിട്ടുള്ള ഒരു റണ്ണിങ് നോട്ട്സ് എഴുതാനും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലാസ് കേൾക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നോളജ് പർപ്പസ് നിങ്ങൾക്ക് 2005 ഇന്ത്യയിൽ വാറ്റ് വന്നു, 2003 ഹരിയാനയിൽ വന്നു, ഹരിയാന ഒഴികെ ബാക്കി എല്ലായിടത്തും 2005 വന്നത്. ഇതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് ഇങ്ങനെ റണ്ണിങ് നോട്ട്സ് ആയിട്ട് എഴുതുമ്പോൾ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ബുക്ക് കാണാണ്ട് പഠിക്കുന്നു. പലരും GST തിയറിയാണ് പ്രൊവിഷൻസ് ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച് അതുപോലെ തന്നെ എഴുതണം. ഒരിക്കലും എക്സാമിന് GST അങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച ആ പ്രൊവിഷൻസ് വീണ്ടും എഴുതുന്ന രീതിയിലോട്ട് എല്ലാ എക്സാംസ് ചോദിക്കുന്നത് ആ പ്രൊവിഷൻ്റെ അപ്ലിക്കേഷനാണ്. നമുക്ക് അതിലൊരു നോളജാണ് വേണ്ടത്. അതുകൊണ്ട് റണ്ണിങ് നോട്ട്സുകൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, കുറേയൊക്കെ ഞാനിവിടെ എഴുതുന്നുണ്ടായിരിക്കും. സോ അപ്പോൾ ജസ്റ്റ് അതുപോലെ നിങ്ങൾ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വൺസ് ഒരു ക്ലാസ്, ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്, ഹാഫ് അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും മാക്സിമം വരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ക്ലാസ് കാണേണ്ട ഒരു രീതിയാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ആ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഒരു ചെറിയ ഒരു പേജൊക്കെ ആയിരിക്കും മാക്സിമം നിങ്ങൾക്ക് അതിൽ നോട്ട്സ് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ സെൽഫായിട്ട് സ്പോട്ടിൽ തന്നെ നിങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ സോ നിങ്ങൾക്ക് അതിനൊരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ചെറിയ ചെറിയ നോട്ടുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫായിട്ട് എന്ത് എഴുതുക. പ്രിന്റഡ് നോട്ട്സ് തരാത്തത് തന്നെ നമ്മളുടെ കൈ അക്ഷരം കൊണ്ട് നമ്മളുടെ കൈ കൊണ്ട് എഴുതുന്നതിൻ്റെ അത്രയ്ക്ക് ഒരു എഫക്റ്റ് ഇതിൽ കിട്ടില്ല, പ്രിന്റിൽ കിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ടിക്ക് അടിച്ച് പോകുമ്പോൾ നിങ്ങളുടെ കൈ കൊണ്ട് എഴുതുന്ന ആ ഒരു ഫീൽ എന്തായാലും വരില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് കേൾക്കുന്നവർ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഒരു ചെറിയ നോട്ട് ബുക്കൊക്കെ എടുത്ത് ഈ ഒരു ഇതിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കാം. എനിവേ, തിരിച്ചു വരാം. അപ്പോൾ 2005 ഇന്ത്യയിൽ വാറ്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. അതിന് മുമ്പായിട്ട് 2003 എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ തന്നെ ഹരിയാനയിൽ എന്തുണ്ട്, വാറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ബാക്കിലോട്ട് പോകുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 2005 വാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് മുമ്പ് ടാക്സ് ഉണ്ടായിരുന്നില്ലേ. ഓക്കെ, അതിന് മുമ്പ് ടാക്സ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. സെയിൽസ് മുമ്പിൽ നമുക്ക് ടാക്സ് ഉണ്ടായിരുന്നില്ലേ, ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം 1954 ഫ്രാൻസിൽ 1954 ഫ്രാൻസിൽ GST അഥവാ വാറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്തോട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആർട്ടിക്കിൾ 246
ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3യിൽ ലിസ്റ്റ് 2വിൻ്റെ എൻട്രി നമ്പർ, ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ എൻട്രി നമ്പർ 54ൽ നമ്മൾ എന്തിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്? സ്റ്റേറ്റുകൾക്ക് സെയിൽസ് ടാക്സിനുള്ള. ഓക്കെ, അപ്പോൾ സെയിലിൻ്റെ മുകളിൽ, സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ മുകളിൽ ടാക്സ് വാങ്ങിക്കാനുള്ള അധികാരം ആർക്കായിരുന്നു? സ്റ്റേറ്റുകൾക്കായിരുന്നു. അപ്പം അന്ന് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ടാക്സ് ചാർജ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡിന്, അല്ലെങ്കിൽ അതും ഒരു വാറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ടാക്സേഷൻ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ സെയിൽസ് ടാക്സ് മെത്തേഡ് എന്നാണ് അതിനെ പൊതുവെ വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ഹിസ്റ്റോറിക്കൽ സെയിൽസ് ടാക്സ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ 2017 2017 ജൂലൈ 1 തീയതിയാണ് നമുക്ക് GST സ്റ്റാർട്ട് ചെയ്തത്, അല്ലേ? അപ്പോൾ ആ ഒരു പീരീഡിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ശേഷം നമ്മുടെ രാജ്യത്ത് എന്ത് GST വന്നത്? ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഇവിടെ 2005 അല്ലെങ്കിൽ ഇപ്പോൾ ഹരിയാനയുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ 2003. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നുണ്ടായിരുന്നു വാറ്റ് സിസ്റ്റം ഉണ്ടെന്നും കേട്ടു. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ ഒരു 2005 മുമ്പത്തെ ഈ ഒരു സമയത്ത് ടാക്സ് ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, സോ സെയിൽസുമ്പോൾ ടാക്സ് ഉണ്ടായില്ലെന്ന് ചോദിച്ചാൽ ടാക്സ് ഉണ്ടായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോറിക്കൽ. ഓക്കെ, ഹിസ്റ്റോറിക്കൽ സെയിൽസ് ടാക്സ് മെത്തേഡ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ സെയിൽസ് ടാക്സ് മെത്തേഡ്. സോ ഇത് ലോകത്തെല്ലായിടത്തും ഈ ഒരു സെയിൽസ് ടാക്സ് മെത്തേഡ് അതുപോലെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ഹിസ്റ്റോറിക്കൽ സെയിൽസ് ടാക്സ് മെത്തേഡിന് മെയിൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളാണ് GSTയിലോട്ടൊക്കെ കൊണ്ടുവന്നത്. എനിക്ക് GST വരാനുള്ള മെയിൻ കാരണങ്ങളായിട്ട് വന്നത്. കാരണം വാറ്റ് ആദ്യം വന്നു, വാറ്റിലോട്ട് ആദ്യം വന്നു, പിന്നെ വാറ്റ് പിന്നെ GST ആയതിൻ്റെ റീസൺ നമുക്ക് പറയാം. ആദ്യം 2005 വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം വാറ്റിന് മുമ്പത്തെ ഒരു സമയത്ത് ഹിസ്റ്റോറിക്കൽ സെയിൽസ് ടാക്സ് മെത്തേഡിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും 2 ഇഷ്യൂസ് ആണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡബിൾ ടാക്സേഷൻ. ഓക്കെ, സോ ഒരു എമൗണ്ടിനെ ഒരു വട്ടം ടാക്സ് ചെയ്ത എമൗണ്ടിനെ വീണ്ടും എന്ത് ചെയ്യുക? ടാക്സ് ചെയ്യുക. ഇതാണ് പറഞ്ഞത് ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടാക്സ് ഓൺ ടാക്സ്, ദാറ്റ് മീൻസ് ഒരു വട്ടം അടച്ച ടാക്സിന്റെ മുകളിൽ വീണ്ടും എന്ത് കാണാം? ടാക്സ് കാണാം. ഇത് രണ്ടും ഒന്നുമല്ല, ഡിഫറെൻ്റ് ആണ്. ഇത് ഡബിൾ ടാക്സ് ഡിഫറെൻ്റ് ആണ്, ടാക്സ് ഓൺ ടാക്സും ഡിഫറെൻ്റ് ആണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഡബിൾ ടാക്സ് മീൻസും ഇപ്പോൾ ഒരു എമൗണ്ട്, ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 200 റുപ്പീസിൻ്റെ മുകളിൽ ഒരു വട്ടം ടാക്സ്, ഒരു സ്റ്റേജിൽ ടാക്സ് കണ്ടിട്ട് പിന്നെ അടുത്ത സ്റ്റേജിൽ വീണ്ടും. അപ്പോൾ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്റ്റേജ് നമുക്ക് മാനുഫാക്ചറർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കൺസ്യൂമർ, അല്ലേ? അപ്പോൾ അതാണ് സ്റ്റേജസ്, അതിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ സെയിൽസ് ടാക്സ് മെത്തേഡിൽ 2 പോരായ്മകൾ ഉണ്ടായിരുന്നു. ടാക്സ് ഓൺ ടാക്സ് ഉണ്ടായിരുന്നു, അതിന് മുമ്പായി നമുക്ക് ഡബിൾ ടാക്സേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം 1954 മുമ്പ് ഉണ്ടായിരുന്നപ്പോൾ ഫ്രാൻസിലെ 2 എക്കണോമിസ്റ്റുകൾ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഫ്രാൻസിലെ ഗവൺമെന്റിനോട് ഇതൊരു പ്രശ്നമാണ്, ഈ ഒരു പ്രശ്നം നമുക്ക് സൊല്യൂഷൻ കൊണ്ടുവരണമെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്ന ഒരു മൾട്ടി സ്റ്റേജ് ടാക്സേഷൻ സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫ്രാൻസിലെ എക്കണോമിസ്റ്റ് ഫ്രാൻസ് ഗവൺമെന്റിനോട് എന്താണ് ഒരു മൾട്ടി സ്റ്റേജ് ടാക്സേഷൻ സിസ്റ്റം നമ്മൾ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ റെക്കമെൻഡ് ചെയ്ത വഴിയാണ് 1954 നമുക്ക് എന്ത് വന്നത്? ഫ്രാൻസിൽ വാറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ GST ഈസ് എ ടാക്സ് അല്ല, പകരം GST ഈസ് എ ടാക്സേഷൻ സിസ്റ്റം. അല്ലെങ്കിൽ വാറ്റ് ഈസ് നോട്ട് എ ടാക്സ്, ഇറ്റ് ഈസ് എ ടാക്സേഷൻ സിസ്റ്റം. ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റേജ് ടാക്സേഷൻ സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്? വാറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്തത് ഈ ഹിസ്റ്റോറിക്കൽ സെയിൽസ് ടാക്സ് മെത്തേഡിൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഇപ്പോൾ GSTയിൽ 18%, ഇന്ത്യയിലെ GSTയിൽ അറ്റ് പ്രസന്റ് ജനറൽ ടാക്സ് റേറ്റ് നിങ്ങൾക്ക് അറിയാം. എനിക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള 10, 12, 5 അങ്ങനത്തെ ടാക്സ് റേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജനറൽ ടാക്സ് റേറ്റ് പറയുകയാണെങ്കിൽ 18% മെജോറിറ്റി ഓഫ് ദ ട്രാൻസാക്ഷൻസ്, അല്ലെ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു സർവീസ് സെക്ടറിൽ ഒട്ടുമിക്ക മെജോറിറ്റി സർവീസുകൾക്ക് 18% ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾക്കാണെങ്കിൽ, ഗുഡ്സുകൾക്കാണെങ്കിൽ 18% ടാക്സ് റേറ്റ് ഒരുപാട് ഐറ്റംസിന് വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ ജനറൽ ടാക്സ് റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ജനറൽ ടാക്സ് റേറ്റ് ആയിട്ട് ഈവൻ നിങ്ങൾക്ക് GST നിയമങ്ങളിൽ പലപ്പോഴും റേറ്റ് ഓഫ് ടാക്സ് തീരുമാനിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ വരെ നമ്മൾ 18% ആയിട്ടാണ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് ജനറൽ ടാക്സ് റേറ്റ് ആയിട്ട് GST ലോ പറയുന്നത് 18%, 18%. ഇതിനു മുമ്പ് ഹിസ്റ്റോറിക്കൽ സെയിൽസ് ടാക്സ് മെത്തേഡിൽ ജനറൽ ടാക്സ് റേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് 12.5% ആണ് ഇന്ത്യയിൽ. സോ ജനറൽ ടാക്സ് റേറ്റ് എത്രയായിരുന്നു? 12.5% ആയിരുന്നു. ഓക്കെ അല്ലേ? യെസ്. പക്ഷെ ഞാനിവിടെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം, ന്യൂമറിക്കൽ ഇത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ
കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ 10% ആണ് എടുക്കുന്നത്. കാരണം 12.5 എന്ന് പറയുമ്പോൾ ഡെസിമൽസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോംപ്ലിക്കേഷൻ വരാം നമ്പേഴ്സ് പറയുമ്പോൾ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ജനറൽ 10%, ആക്ച്വലി ശരിക്കും എന്തായിരുന്നു 12.5% ആയിരുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്ന എക്സാമ്പിൾ നമ്മൾ 10% ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ സെയിൽസ് ടാക്സ് മെത്തേഡിൽ 12.5%, ജനറൽ ടാക്സ് റേറ്റ് ലൈക്ക് GSTയിൽ 18% ഉള്ള പോലെ തന്നെ. അപ്പോൾ ഈ ഫ്രാൻസിലെ എക്കണോമിസ്റ്റുകൾ അന്നത്തെ ഒരു സിറ്റുവേഷൻ പഠിച്ചിരുന്നു. ഫ്രാൻസിൽ അന്നത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കുറേയൊക്കെ രാജ്യങ്ങൾ ഫോളോ ചെയ്ത ആ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അല്ലെ, മാനുഫാക്ചറർ. ഇനി അവിടെ നിന്ന് നമുക്ക് ആരുണ്ട്, ഹോൾസെയിലർ, ദെൻ റീറ്റെയിലർ, ദെൻ അതിന് ശേഷം കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കൺസ്യൂമർ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ സാറേ, ഈ കൺസ്യൂമർ കസ്റ്റമറും അല്ലേ. സോ എക്സ്പെർ ഇൻഡയറക്ട് ടാക്സ് ലോ എന്ന് പറയുമ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയതുകൊണ്ട് ഫൈനലി ആരെയെന്നാണ് ടാക്സ് വാങ്ങിക്കേണ്ടത്, കൺസ്യൂമർ കയ്യിൽ നിന്നാണ്. അപ്പോൾ കൺസ്യൂമറും കസ്റ്റമറും ഒന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. കാരണം മാനുഫാക്ചർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിൽ നിന്ന്, ഓക്കെ, സോ ആരൊക്കെ വാങ്ങിക്കുന്നുണ്ടോ വാങ്ങിക്കുന്നവരെല്ലാം കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹോൾസെയിലർ ഈസ് എ കസ്റ്റമർ, ഓക്കെ, ആൻഡ് റീറ്റെയിലർ ഈസ് എ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ആരാണോ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്. അപ്പോൾ ഹോൾസെയിലറും റീറ്റെയിലറൊക്കെ ഏതിന് ഡെഫിനേഷൻ വരും, കസ്റ്റമർ ഡെഫിനേഷൻ വരും. പക്ഷേ GSTയിൽ പറയുന്നത് കൺസ്യൂമർ ആണ്. ഓക്കെ, സോ ഇഫ് യു ആർ എ കൺസ്യൂമർ നിങ്ങളാണ് എന്ത് കൊടുക്കേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ കൺസ്യൂം ദാറ്റ് പ്രൊഡക്റ്റ്, ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ് ആയിക്കോട്ടെ, ആര് എന്തായിക്കോട്ടെ, അത് കൺസ്യൂം ചെയ്യുന്നത് ഉപയോഗിക്കുന്നവരാണ് കൺസ്യൂമർ. അപ്പോൾ GST ഇൻഡയറക്ട് ടാക്സ് ലോയിൽ കൺസ്യൂമറുടെ കയ്യിലാണ് എന്ത് വരുന്നത്, ടാക്സ് ബർഡൻ വരുന്നത്. അതിൻ്റെ ഇടയിലുള്ളവരെ നമുക്ക് എന്ത് വിളിക്കാം, കസ്റ്റമർ എന്ന് വിളിക്കാം. പക്ഷെ കൺസ്യൂമർ ആണ് എന്ത് കൊടുക്കേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്. ഇനി എന്തായിരുന്നു പഴയൊരു സിറ്റുവേഷൻ എന്നൊരു എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് ഇട്ട് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പർച്ചേസ്. ഓക്കെ, സോ മാനുഫാക്ചർ പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല, പകരം മാനുഫാക്ചർ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാണ്, അല്ലേ. അപ്പോൾ നമുക്ക് റോ മെറ്റീരിയൽസ് ഫോർ എക്സാമ്പിൾ ഒരു 100 rupees. ഓക്കെ, ദെൻ നിങ്ങൾക്ക് കോസ്റ്റിംഗ് ഒക്കെ പഠിക്കുന്നവർക്കറിയാം, ലേബർ കോസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു 50 rupees, ഓവർ ഹെഡ്സ് ഫോർ എക്സാമ്പിൾ ഒരു 20 rupees. ദെൻ ഈ കോസ്റ്റ് കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, പ്രോഫിറ്റ് വേണം, അല്ലേ. സോ ലൈക്ക് നമുക്കൊരു പ്രോഫിറ്റ് ഒരു 30 rupees. Therefore ടാക്സ് ചാർജ് ചെയ്യുന്നതിനേക്കാൾ മുമ്പത്തെ പ്രൈസ് നമ്മൾ ബേസിക് സെല്ലിംഗ് പ്രൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ബേസിക് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 150, 170, 30 കൂട്ടുമ്പോൾ 200. ഓക്കെ അല്ലേ, സോ 200. സോ ജനറലി ടാക്സ് 12.5 ആണെങ്കിൽ നമ്മൾ ടാക്സ് എക്സാമ്പിൾ പർപ്പസിന് വേണ്ടി നമ്മൾ 10% എടുക്കുന്നു, ദാറ്റ് മീൻസ് 20. ഓക്കെ, ദെർഫോർ ഫൈനൽ ഇൻവോയ്സ് പ്രൈസ് ഇതിന് 220. ഓക്കെ, സോ വിത്ത് ടാക്സ് 220 രൂപയാണ് നമ്മളുടെ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ 220 രൂപക്കാണ് നോർമലി ആര് വാങ്ങിക്കുന്നത്, നമ്മുടെ ഹോൾസെയിലർ വാങ്ങുന്നത്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് പർച്ചേസ് പ്രൈസ് എത്ര വരും, ഇവിടെ 220 വരും. പർച്ചേസ് പ്രൈസ് 220 വരും. ആരുടെ പർച്ചേസ് പ്രൈസ്, ഹോൾസെയിലർ. നിങ്ങൾക്കറിയാം ഈ 220 അകത്ത് 20 രൂപ എന്തല്ലേ, ടാക്സ് അല്ലേ. ഓക്കെ, അപ്പോൾ ഹോൾസെയിലർ നമ്മൾ 220 രൂപക്ക് വാങ്ങിക്കുകയും ദെൻ അതിന് ശേഷം ലേബർ കോസ്റ്റ് ഇല്ല, ഓവർ ഹെഡ്സ് നമുക്കൊരു റോ മെറ്റീരിയൽ ഇല്ല, ലേബർ ഇല്ല, ഓവർ ഹെഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ ഒരു 10 rupees എന്ത് ചെയ്യാം, ഓവർ ഹെഡ്സ് ഇടാം. ഓക്കെ, ദെൻ പ്രോഫിറ്റ് ഒരു 20 rupees ചേർന്നിട്ട് ബേസിക് സെല്ലിംഗ് പ്രൈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഹോൾസെയിലർ എത്രയായിരിക്കും, 250 ആയിരിക്കും. ഓക്കെ, ഇനി 250 rupeesന്റെ 10% എന്ത് വരുമ്പോൾ, ടാക്സ് വരുമ്പോൾ ഇറ്റ് വിൽ കം 25 rupees. ദെൻ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും, 275 rupees വിത്ത് ടാക്സ്. ഓക്കെ, അപ്പോൾ ഹോൾസെയിലർ ആർക്ക്, റീറ്റെയിലർ കൊടുക്കുന്ന ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 275 രൂപയായിരിക്കും വിത്ത് ടാക്സ്. ദെൻ ഫൈനൽ അടുത്ത സ്റ്റെപ്പിൽ ഈ 275 രൂപയ്ക്കാണ് ആര് പർച്ചേസ് ചെയ്യുന്നത്, റീറ്റെയിലർ പർച്ചേസ് ചെയ്യുന്നത് 275-ലാണ്. ദെൻ റോ മെറ്റീരിയൽ കോസ്റ്റ് ഇല്ല, ലേബർ കോസ്റ്റ് ഇല്ല, ഓവർ ഹെഡ്സ് നമ്മളൊരു 5 രൂപയും ദെൻ പ്രോഫിറ്റ് ഒരു 20 രൂപയും ചേർക്കുകയാണെങ്കിൽ ദെൻ ബേസിക് സെല്ലിംഗ് പ്രൈസ് വിൽ കം 300. ഇங்கே ബേസിക് സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും, 300 ആയിരിക്കും, അല്ലേ. സോ ഈ 300 rupeesന്റെ 10% ദാറ്റ് ഈസ് എത്രയാണ്, 30 rupees ആണ്. സോ ഫൈനൽ ഇൻവോയ്സ് പ്രൈസ് വിൽ ബി 330, 330 രൂപയാണ്. ഈ 330 രൂപയ്ക്കാണ് ആര് വാങ്ങിക്കുന്നത്, ഫൈനൽ കൺസ്യൂമർ എന്ത് ചെയ്യുന്നത്, വാങ്ങിക്കുന്നത്.
ഓക്കെ ആണോ? അപ്പം മാനുഫാക്ചറുടെ ബേസിക് സെല്ലിംഗ് പ്രൈസ് 200 റുപ്പീസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫൈനലി ആരുടെ കയ്യിലോട്ട് എത്തുമ്പോൾ, കൺസ്യൂമറുടെ കയ്യിലോട്ട് എത്തുമ്പോൾ ഫൈനൽ പ്രൈസ് വിത്ത് ഓൾ സ്റ്റേജസിൽ, ദറ്റ് ഈസ് മൾട്ടി സ്റ്റേജ് ആയിട്ടുള്ള ഹോൾസെയിലർ, റീറ്റെയിലറുടെ ഒക്കെ കയ്യിലൂടെ പോയി ലാസ്റ്റ് കൺസ്യൂമറുടെ കയ്യിലോട്ട് എത്തുമ്പോൾ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 330 രൂപയാണ് നമ്മളുടെ ഇപ്പോഴത്തെ എക്സാമ്പിൾ അല്ലേ. സോ മാനുഫാക്ചറുടെ ബേസിക് സെല്ലിംഗ് പ്രൈസ് എത്ര ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്? 200 റുപ്പീസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫൈനൽ കൺസ്യൂമർ കയ്യിൽ എത്തുമ്പോൾ 330 ആണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ ഹിസ്റ്റോറിക്കൽ സെയിൽസ് ടാക്സ് മെത്തേഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ സ്റ്റുഡൻസിനൊക്കെ ഫൈനൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ തന്നെ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യും. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹോൾസെയിലറുടെ പ്രൈസ് ആയിട്ടുള്ള 275 നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ ഹോൾസെയിലറുടെ പ്രൈസ് ആയിട്ടുള്ള 275 നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്ക് പ്രോബ്ലംസിന് നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്തെടുക്കാം. ഓക്കെ, സോ ദ പ്രൈസ് വിൽ ബി 275 ആണ് അല്ലേ. സോ ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 275 ആണ്. ഇത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 275 അകത്ത്, ഈ 275 അകത്ത് 25 റുപ്പീസ് ടാക്സ് ആയിരുന്നില്ല അല്ലേ, കാരണം ഇവിടെ 25 റുപ്പീസ് ടാക്സ് ആയിരുന്നില്ല. ദെൻ 250 അല്ലേ, ദറ്റ് ഈസ് ബേസിക് സെല്ലിംഗ് പ്രൈസ്, ദറ്റ് ഈസ് 250 ബേസിക് സെല്ലിംഗ് പ്രൈസും 25 റുപ്പീസും നമ്മളുടെ ടാക്സ്. ഓക്കെ ആണോ? ദെൻ ഈ 250 റുപ്പീസ് എങ്ങനെ വന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 250 റുപ്പീസ് എങ്ങനെ വന്നതെന്ന് അല്ലായിരുന്നു നോക്കി നോക്കി. ഈ 250 റുപ്പീസ് എങ്ങനെ വന്നത്? 220 ഹോൾസെയിലർ മാനുഫാക്ചർ ആയിരുന്നു പർച്ചേസ് ചെയ്ത പ്രൈസും ഈ 30 റുപ്പീസ് എന്ന് പറഞ്ഞത് വാല്യൂ പുതുതായിട്ട് ആഡ് ചെയ്തതും അല്ലെ. ഹോൾസെയിലർ ആഡ് ചെയ്ത പുതിയൊരു വാല്യൂ ആണ് 30 റുപ്പീസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 250 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 220 ദാറ്റ് ഈസ് ദ പർച്ചേസ് പ്രൈസ് ഫ്രം മാനുഫാക്ചറർ ആൻഡ് 30 ഈസ് ദ വാല്യൂ അഡീഷൻ. ഓക്കെ, സോ നമ്മുടെ ഹോൾസെയിലർ ആഡ് ചെയ്ത വാല്യൂ ആണ് 30 റുപ്പീസ്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഗെയിൻ ഈ 25 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. നോക്കി നോക്കിയാൽ 25 ആക്ച്വലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 250 റുപ്പീസ് നമ്മൾ 220 30 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 220യുടെ 10% അല്ലേ, ദാറ്റ് ഈസ് എത്രയും 22. ഓക്കെ, 220യുടെ 10% ആണത് 22 ആൻഡ് 30യുടെ 10% ആണ് നമ്മളുടെ എന്ത് പറയുന്നത് 3 റുപ്പീസ്. അങ്ങനെ 22 + 3 അല്ലേ നമ്മളുടെ എന്ത് വരുന്നത് 25 വരുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു 22 എന്തെന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്മുടെ 220 × 10%ഉം ആൻഡ് ഈ 3 എന്ന് പറയുമ്പോൾ 30 × 10%. അങ്ങനെയാണ് നമുക്ക് ഇത് വരുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 25 എന്നുള്ള ടാക്സ് എമൗണ്ട് വരുന്നത്. അഗെയിൻ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഈ 220 റുപ്പീസ് ഉണ്ടല്ലോ, ഈ 220 റുപ്പീസ് നമുക്ക് വീണ്ടും ഒന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ? ഓക്കെ, കാരണം ഈ 220 റുപ്പീസ് ഹോൾസെയിലർ പർച്ചേസ് ചെയ്ത സമയത്ത് ഈ ഒരു പ്രൈസ് 220 എങ്ങനെ വന്നത്? 200 ബേസിക് സെല്ലിംഗ് പ്രൈസും 20 റുപ്പീസ് ടാക്സും അല്ലേ. അപ്പൊ ഈ 220 നമുക്ക് എന്ത് ചെയ്യാം, 200 റുപ്പീസ് വാല്യൂവും അതുപോലെ തന്നെ 20 റുപ്പീസ് എന്ത് വരുന്നു, ടാക്സ് വന്നു. 20 റുപ്പീസ് ടാക്സ് വന്നു. അങ്ങനെയാണെങ്കിൽ 22 റുപ്പീസിന് നമുക്ക് ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 22 എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ഈ 200ന്റെ 10% അല്ലെ, 200ന്റെ 10% ആയിട്ടുള്ള 20യും ഓക്കെ 20യുടെ 10% ആയിട്ടുള്ള ഓക്കെ എന്ത് 2 റുപ്പീസും. ഇവിടെയാണ് നമ്മുടെ മെയിൻ ഇഷ്യൂസ് വരുന്നത്. സോ നിങ്ങൾ ചിന്തിക്കുക, ഇതൊന്നും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലോ മറ്റു ഇതിലോ ഈവൻ നിങ്ങൾ GST ഇങ്ങനെ സാധാരണ ഇന്ററിലൊക്കെ ക്ലാസ് എടുത്ത് പോകുമ്പോൾ ഒന്നും ഇത്തരം ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. അത് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് നമ്മളുടെ ബാക്കി GST പഠിക്കുന്ന സമയത്തൊക്കെ കൂടുതൽ ഡിഫിക്കൽട്ടീസ് വരുന്നതിൻ്റെ മെയിൻ കാരണം. വൈ GST ഇൻട്രൊഡ്യൂസർ എന്നുള്ള ആ ഒരു GSTക്ക് മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ GST പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക 220 റുപ്പീസ് നമ്മൾ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 200 അതുപോലെ തന്നെ 20 അല്ലേ. സോ ഈ 20 അതുപോലെ അപ്പോൾ ഈ 200ന്റെ 10% ആണ് ഈ 22 റുപ്പീസിൻ്റെ അകത്ത് 20 റുപ്പീസും ആൻഡ് 20യുടെ 10% ആണ് 2. ഓക്കെ അല്ലേ. അപ്പൊ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 200 റുപ്പീസിന് ടാക്സ് കണ്ടിട്ടല്ലേ നമുക്ക് 20 റുപ്പീസ് കിട്ടിയത്. ക്ലിയർ ആണോ? ശ്രദ്ധിക്കാം. ഓക്കെ, സോ ബേസിക് സെല്ലിംഗ് പ്രൈസ് ആയിട്ടുള്ള 200 റുപ്പീസിന് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ടാക്സ് 10% കണ്ടിരുന്നു. അതാണ് 20. അങ്ങനെയാണ് 220 വന്നത്. ആ 220യിലാണ് ആര് പർച്ചേസ് ചെയ്തത്? നമ്മളുടെ ഹോൾസെയിലർ നമ്മൾ എന്ത് ചെയ്തത്, പർച്ചേസ് ചെയ്തത്. ദെൻ വീണ്ടും ഈ 275ന്റെ അകത്ത് ഏത് വരുന്നുണ്ട്, 250 ദെൻ 25. ഈ 250യുടെ അകത്ത് ഏത് വരുന്നില്ല, ഈ 220 വരുന്നില്ല. ഓക്കെ ആണോ?
അപ്പോൾ 250ക്ക് നമ്മൾ 10% വീണ്ടും 25 റുപ്പീസ് ചാർജ് ചെയ്യുമ്പോൾ ഈ 250യുടെ അകത്തല്ലേ എന്തുള്ളത് 220 ഉള്ളത്. ഈ 220യിൽ ഓൾറെഡി 200 ടാക്സ് ചെയ്തതല്ലേ, ദെൻ 20 ടാക്സ് അല്ലേ, ദെൻ 220 വീണ്ടും ഈ 250 രൂപയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ 10% ടാക്സ് കാണുമ്പോൾ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്? ഓൾറെഡി ടാക്സ് ചെയ്ത് 200 അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ദെൻ ഓൾറെഡി ആ 200ന്റെ ടാക്സ് ആയിട്ടുള്ള 20 അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഈ 250 റുപ്പീസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? 220 പ്ലസ് 30. ഇനി എന്താണ് ഈ 220? 200 മുമ്പ് ടാക്സ് ചെയ്ത എമൗണ്ട് ആണ്, 20 അതിന്റെ ടാക്സ് ആണ്. അപ്പൊ 200 എന്ന് പറയുന്ന ഒരു വാല്യൂ, മുമ്പ് ടാക്സ് ചെയ്തൊരു വാല്യൂം അതിൻ്റെ അകത്തുണ്ട്, അതിന്റെ ടാക്സ് ആയിട്ടുള്ള 20 അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ 250 കൂടെ ചേർന്നിട്ടാണ് നമ്മൾ 250 എന്ത് ചെയ്തത്? ടാക്സ് ചെയ്തത്. ഓക്കെ, അപ്പൊ ആ 250യിൽ 220 എന്താണ്? ഇൻക്ലൂസീവ് ആണ്. ദെൻ അതിന്റെ മുകളിൽ വീണ്ടും ടാക്സ് ചെയ്തു. എന്നിട്ട് അത് കസ്റ്റമർ ചെയ്യുന്ന അടുത്ത കസ്റ്റമർ ആയിട്ടുള്ള റീറ്റെയിലറിൽ വാങ്ങിക്കുകയും ചെയ്താൽ അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നില്ല. നോക്കിയേ, ഈ ഒരു 200ന്റെ മുകളിൽ നമ്മൾ വീണ്ടും ചാർജ് ചെയ്തത് 20, ഇറ്റ് ഈസ് എ ഡബിൾ ടാക്സ് അല്ലേ? ഓക്കെ, ഡബിൾ ടാക്സ് ഇഷ്യൂ അല്ലേ? ഓക്കെ, കാരണം ഓൾറെഡി 200 ഒരു സ്റ്റേജിൽ ടാക്സ് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് സ്റ്റേജിൽ വീണ്ടും അതിന്റെ മുകളിൽ വീണ്ടും ടാക്സ് വരല്ലേ? സോ ദർ ഇസ് ഇഷ്യൂ ഓഫ് എന്തിന്? ഡബിൾ ടാക്സ് ഇഷ്യൂ വരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇതൊരു 20 എന്ന് പറയുന്ന ഒരു ടാക്സ് അല്ലേ? ഓക്കെ, സോ അടുത്ത 20യുടെ 10% ആയിട്ടുള്ള 2 എന്ന് പറയുമ്പോൾ എന്തല്ലേ? ടാക്സ് ഓൺ ടാക്സ് അല്ലേ? ഓക്കെ, സോ ഇഷ്യൂസ് ഇവിടെ വരുന്നില്ലേ? ദാറ്റ് ഈസ് എ ഡബിൾ ടാക്സ് ഇഷ്യൂവും വരുന്നുണ്ട്, അതുപോലെ തന്നെ ടാക്സ് ഓൺ ടാക്സ് ഇഷ്യൂവും വരുന്നുണ്ട്. അപ്പൊ ഈ 200 മുകളിൽ വീണ്ടും 20യും 20യുടെ മുകളിൽ 2 കൂടെ വന്നിട്ടാണ് നമുക്ക് 22 എന്നുള്ള എന്ത് വരുന്നത്? ടാക്സ് എമൗണ്ട് വരുന്നത്. ഓക്കെ, സോ 25ൽ 22 വന്നത്, സോ 20 പ്ലസ് 2. പക്ഷെ ഈ 22 ആക്ച്വലി നമ്മൾ ചാർജ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, സോ അതൊരു പ്രോബ്ലമാണ്, ഒരു കൺസ്യൂമർക്ക് ഒരു ബർഡൻ ആണ്, ഫൈനൽ കൺസ്യൂമർക്ക് ഒരു ബർഡൻ ആണ്. ഓക്കെ, കാരണം അത് അനാവശ്യമായിട്ട് ഒരു എന്താ പറയുക, വാങ്ങിച്ച എമൗണ്ടുമ്പോൾ തന്നെ വീണ്ടും ഒരു എമൗണ്ടുമ്പോൾ ടാക്സ് ചാർജ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ടാക്സ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ടാക്സിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് വാങ്ങിക്കുക. ഈ ഡബിൾ ടാക്സ് ഓൺ ടാക്സ് വഴിയാണ് ഈ 22 റുപ്പീസ് വന്നത്. അപ്പം അതിനൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല, നമുക്കത് വാങ്ങിക്കാൻ പാടില്ല, ഒരു ഗവൺമെൻറ് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. നേരെ മറിച്ച് ഈ 3 റുപ്പീസ് നമുക്ക് ഓക്കെ, നമുക്ക് സമ്മതിക്കാം. കാരണം ഇവിടെ ഹോൾസെയിലർ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത 30 രൂപയുടെ 10% ആണ് എന്ത് വന്നത്? ഈ 3 റുപ്പീസ് വന്നത്. ഓക്കെ, അത് നമ്മൾ ലീഗലി നമ്മൾ അലൗഡ് ആണ്. പുതിയൊരു വാല്യൂ അഡീഷൻ ആണ് നമ്മുടെ രാജ്യത്ത്. ഓക്കെ, സോ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഒരു പുതിയൊരു സ്റ്റേജിലെ വാല്യൂ അഡീഷൻ ആണ് 30 റുപ്പീസ്. അതിൻ്റെ 10% ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? സമ്മതിക്കാം, ഗവൺമെന്റ് വാങ്ങിച്ചോട്ടെ. പക്ഷേ 22 നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി അപ്പോൾ ഈ ഒരു സ്റ്റേജ് മനസ്സിലായാൽ 270യുടെ നമുക്കൊരു സ്പ്ലിറ്റ് അപ്പ്, നമുക്ക് ആ ബൈഫർക്കേഷൻ നമുക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എവിടേക്കാണ് ഡബിൾ ടാക്സ് ഇഷ്യൂം എവിടേക്കാണ് ടാക്സ് ഓൺ ടാക്സ് ഒന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത പ്രൈസിനെ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ബൈഫർക്കേറ്റ് ചെയ്യാം. അടുത്ത പ്രൈസ് 330 അല്ലേ? യെസ്, നോക്കുക 330. സോ 330 റുപ്പീസ് ആണ് നെക്സ്റ്റ്. ഇനി 330നെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെയാണ് 330 വന്നിട്ടുള്ളത്? 300 എന്ന് പറയുന്ന ബേസിക് സെല്ലിംഗ് പ്രൈസും 30 എന്ന് പറയുന്ന ടാക്സും അല്ലേ? സോ കുറേയൊക്കെ നിങ്ങൾ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളും കൂടെ എന്ത് ചെയ്യാം? ഞാൻ എഴുതുന്നതിനൊപ്പം അല്ലെങ്കിൽ എഴുതുന്നതിനൊക്കെ മുമ്പായിട്ടൊന്ന് പറഞ്ഞു നോക്കാം ഞാൻ ചോദിക്കുമ്പോൾ. ഓക്കെ, സോ 330 നമുക്ക് 300ഉം 30 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ 300നെ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്തൂടെ. എങ്ങനെയാണ് 300 വന്നത്? ഈ 300 നമുക്ക് വന്നത് പർച്ചേസ് പ്രൈസ് ആയിട്ടുള്ള 275ഉം വാല്യൂ അഡീഷൻ ആയിട്ടുള്ള 25ഉം അല്ലേ? അപ്പോൾ അടുത്ത സ്പ്ലിറ്റ് നോക്കാം. 275ഉം അതുപോലെ തന്നെ വാല്യൂ അഡീഷൻ ആയിട്ടുള്ള 25ഉം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 30നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ. 30 എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? പറഞ്ഞു നോക്കാം. ഈ 275ന്റെ 10% ആയിട്ടുള്ള അല്ലെ, 275ന്റെ 10% ആയിട്ടുള്ള 27.5ഉം അതുപോലെ തന്നെ 25ന്റെ 10% ആയിട്ടുള്ള 2.5 ഓക്കെ, അപ്പോൾ 27.5 അതുപോലെ തന്നെ 2.5 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് 30 എന്ന് പറഞ്ഞുള്ള ടാക്സ് നമുക്ക് വന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ 275ന് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 275ന് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 275 എങ്ങനെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഈ പർച്ചേസ് പ്രൈസ് 275 റീറ്റെയിലർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ഈ 250 പ്ലസ് 25 അല്ലേ? 250 പ്ലസ് 25 അല്ലേ? യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 275ന് നമുക്ക് 250 പ്ലസ് 25 ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? നമ്മളുടെ 275 വന്നിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ 27.5 നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. പറയാം 250 നമുക്ക് ശ്രദ്ധിക്കാം. ഹോൾസെയിലറുടെ ബേസിക് സെല്ലിംഗ് പ്രൈസ് എത്രയും 250 അല്ലേ, പ്ലസ് 25 ടാക്സ് അല്ലേ, ദാറ്റ് ഈസ് എത്ര 275. ഓക്കെ, ഇതിന് അടുത്ത സ്റ്റെപ്പിൽ 330 വരുമ്പോൾ ഈ 330യുടെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഈ 330 വന്നത് 30 രൂപ ടാക്സ്, അതിന് മുമ്പ് 300. ഇനി 300ന്റെ അകത്ത് ഏതൊക്കെ വരുന്നുണ്ട്? ഈ 275 വരുന്നുണ്ട്, അതുപോലെ തന്നെ 25 നമ്മൾ ഓക്കെ. 25 ഈസ് ഒരു പുതിയ വാല്യൂ അഡീഷൻ ആണ്, പുതുതായിട്ട് വന്നതാണ്. പക്ഷെ 275 ഓൾറെഡി കഴിഞ്ഞ സ്റ്റേജിൽ ടാക്സ് ചെയ്തായിട്ടല്ലേ. ഓക്കെ, ഈ 275 എന്ന് പറയുന്നത് 250 പ്ലസ് 25 ആണ്. 250ക്ക് ഓൾറെഡി നമ്മൾ ടാക്സ് കൊടുത്തതാണ് കഴിഞ്ഞതിൽ. ഓക്കെ, അപ്പൊ 250യുടെ 10% ആയിട്ടുള്ള 25ഉം ഓക്കെ, അതുപോലെ തന്നെ 25ന്റെ 10% ആയിട്ടുള്ള ഓക്കെ 2.5 കൂടെ ചേർന്നിട്ടാണ് ഈ 25 പ്ലസ് 2.5 ആണ് ഇവിടെ എത്ര വന്നത്? 27.5 വന്നത്. അപ്പൊ ഈ ഒരു 250 തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ ടാക്സ് ചെയ്തതാണ്. അതുകൊണ്ടാണ് തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ 250ന്റെ 25 എന്ത് കൊടുത്തത്? ടാക്സ് കൊടുത്തത്. അപ്പൊ 250 നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി ടാക്സ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഈ 250 ഓൾറെഡി ടാക്സ് ചെയ്തതാണ്. അതിന്റെ ടാക്സ് ആയിരുന്നു എന്ന് പറയുന്നത് 25 എന്ന് പറഞ്ഞത്. അതിന്റെ മുകളിൽ വീണ്ടും ടാക്സ് കാണാന്ന് പറയുന്നത് ശരിയല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് 330 പ്രൈസ് നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്ത് നമുക്ക് സമയത്ത് മനസ്സിലാവും ഈ 250 റുപ്പീസിനെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ടാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഇവിടെ എന്ത് ചെയ്തു? ടാക്സ് ചെയ്തു അവർ. ഇൻ കേസ് 250യുടെ 25 വീണ്ടും ഈ 30യുടെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ 25 ഓൾറെഡി ഇതൊരു ടാക്സ് ആണ് 25 എന്ന് പറയുന്നത്. ദെൻ ടാക്സിന്റെ മുകളിൽ വീണ്ടും ഇവിടെ എന്ത് ചെയ്തു? ടാക്സ് കണ്ടുപിടിച്ചു 10%. അപ്പൊ അഗെയിൻ നമ്മളെ സെയിം ഇഷ്യൂസ് വരാണ്. ഏത് ഇഷ്യൂസ്? നമ്മളെ ഡബിൾ ടാക്സ് എന്ന് പറയുന്ന ഇഷ്യൂ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വരുന്നതോ ടാക്സ് ഓൺ ടാക്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു എമൗണ്ടിനോട് ദാറ്റ് ഈസ് 27.5 നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം അതൊരു ഡബിൾ ടാക്സും അതുപോലെ തന്നെ ടാക്സ് ഓൺ ടാക്സും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അതൊരിക്കലും ഒരു ഗവൺമെന്റ് ജനങ്ങളെ കയ്യിൽ നിന്ന് കൺസ്യൂമറെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരിക്കലും അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? അംഗീകരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഇപ്പോഴത്തുള്ള 2.5 നമുക്ക് എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് ചെയ്യാം. കാരണം ഈ 25 റുപ്പീസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ റീറ്റെയിലർ ഉണ്ടാക്കിയിട്ടുള്ള വാല്യൂ അഡീഷൻ ആണ് 25 എന്ന് പറയുന്നത്. ആ 25 പുതിയൊരു വാല്യൂ അഡീഷൻ ആണ്, അതിന് നമുക്ക് ടാക്സ് കൊടുക്കാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് 2.5 നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷെ 27 നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ രണ്ട് സ്റ്റേജസിലായിട്ട് ദാറ്റ് ഈസ് നമ്മുടെ ഹോൾസെയിലറും റീറ്റെയിലറും സ്റ്റേജസിലായിട്ട് ഈ 22 റുപ്പീസിനോട് നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു 27.5 നമ്മൾ എന്ത് ചെയ്യുന്നില്ല? യോജിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്ട്രാ ടാക്സ് എന്ന പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ടാക്സ് ഓക്കെ നമുക്ക് താല്പര്യമില്ലാതെ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ലാത്ത രീതിയിൽ അവർ വാങ്ങിച്ചിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത് ആ 22 റുപ്പീസ് പ്ലസ് 27.5 റുപ്പീസ് ആണ് അല്ലെ. ഈ 22 റുപ്പീസ് അതുപോലെ തന്നെ 27.5 റുപ്പീസ് ആണ് നമ്മളെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് അവർ വാങ്ങിച്ചത്. ദാറ്റ് ഈസ് 49.5 നമുക്ക് നഷ്ടം പോലെ എക്സ്ട്രാ ടാക്സ് നമ്മൾ കൊടുത്തു. ഓൾറെഡി ടാക്സ് ചെയ്ത എമൗണ്ടുമേ ഡബിൾ ടാക്സിന്റെ രൂപത്തിലും then ഓൾറെഡി വാങ്ങിച്ച ടാക്സിന്റെ മുകളിൽ വീണ്ടും ഒരു ടാക്സ് എന്നുള്ള രീതിയിൽ ടാക്സ് ഓൺ ടാക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ 49.5 റുപ്പീസ് നമ്മൾ എന്ത് കൊടുത്തു? എക്സ്ട്രാ ടാക്സ് ആയിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് രണ്ട് പ്രോബ്ലംസ് ആണ്. ഏതൊക്കെയാണ്? ഡബിൾ ടാക്സും അതുപോലെ തന്നെ ടാക്സ് ഓൺ ടാക്സും. അതുവഴിയാണ് ആ ഒരു ഇഷ്യൂസ് വഴിയാണ് നമ്മൾ എത്ര കൊടുത്തത്? 49.5 കൊടുത്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇഷ്യൂസ് മാറ്റാനാണ് ഫ്രാൻസിലെ എക്കണോമിസ്റ്റുകൾ അവിടുത്തെ ഗവൺമെന്റിനോട് വാറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എന്ത് പറഞ്ഞത്. അതുവഴി അവരെന്ത് ചെയ്തു? വാറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതിയ വാറ്റ് സിസ്റ്റം വന്നപ്പോൾ ഇൻ കേസ് അതായത് നമ്മളുടെ ഇവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് വാറ്റ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ GST സിസ്റ്റം ഇനി രണ്ടും സെയിം തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പുതിയ സിസ്റ്റത്തിൽ എങ്ങനെയായിരുന്നു സെയിം സിറ്റുവേഷൻ പുതിയതിലോട്ട് വന്നപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വന്നെന്ന് നോക്കാം. സെയിം എക്സാമ്പിൾ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് മാനുഫാക്ചറർ, then wholesaler, retailer, then consumer. ഓക്കെ, സോ നന്നായി മനസ്സിലാക്കാം. സോ ഇതൊക്കെയാണ് ഈവൻ നമ്മളുടെ വലിയ വലിയ പ്രൊവിഷൻസിന്റെ ബിഹൈൻഡിൽ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ മാനുഫാക്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനുഫാക്ചർക്ക് പർച്ചേസ് ഒന്നുമില്ല. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. എത്ര? 100 രൂപയുടെ റോ മെറ്റീരിയൽ. ഓക്കെ, അതിനുശേഷം
നമുക്ക് ലേബർ കോസ്റ്റ് വരുന്നുണ്ട് ഒരു 50 രൂപയുടെ ലേബർ കോസ്റ്റ്, നമുക്കൊരു ഓവർ ഹെഡ്സ് വരുന്നുണ്ട് ഒരു 20 റുപ്പീസിൻ്റെ ഓവർ ഹെഡ്സോ, ഓക്കെ 20 റുപ്പീസിൻ്റെ ഓവർ ഹെഡ്സ്, പ്രോഫിറ്റ് വരുന്നുണ്ട് ഒരു 30 റുപ്പീസ്. ഓക്കെ, സോ ബേസിക് സെല്ലിംഗ് പ്രൈസ് കംസ് ടു 200. ഓക്കെ, ബേസിക് സെല്ലിംഗ് പ്രൈസ്. പിന്നെ അതിന് ശേഷം നമ്മളുടെ ടാക്സ്, ഓക്കെ ടാക്സ് വരുന്നത് എത്രയാണ് 10% ഈസ് ഈക്വൽ ടു 20. ഓക്കെ, ഫൈനൽ സെല്ലിംഗ് പ്രൈസ് 220. ഓക്കെ, സോ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് 220. ദെൻ ഇതിൻ്റെ അകത്ത് ടാക്സ് പേയബിൾ എത്രയാണ് 20. ഇതിൻ്റെ അകത്ത് നമ്മൾ ടാക്സ് പേയബിൾ, ഓക്കെ ടാക്സ് പേയബിൾ ഓക്കെ 20 രൂപ. ഓക്കെ, ആക്ച്വലി ടാക്സ് പേ ചെയ്യേണ്ടത് ആരാണ്? ഫൈനൽ കൺസ്യൂമർ ആണ് അല്ലേ. സോ ഓൺ ബിഹാഫ് ഓഫ് ദി ഫൈനൽ കൺസ്യൂമർ ഓരോ സ്റ്റേജസിലും ഓരോരുത്തർ എന്തടക്കാണ്? ടാക്സ് അടക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഈ മൾട്ടി സ്റ്റേജ് എന്നുള്ളത് നമുക്ക് അടുത്തതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് സോ മാനുഫാക്ചറർ ടാക്സ് ഇവിടെ അടക്കുന്നത്, അത് അടക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമല്ല? മാനുഫാക്ചറുടേതല്ല, ആരുടെ? ഫൈനൽ കൺസ്യൂമറുടേതാണ്. പക്ഷേ ഓൺ ബിഹാഫ് ഓഫ് ദി ഫൈനൽ കൺസ്യൂമർ മാനുഫാക്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 20 രൂപ നമുക്ക് ഗവൺമെന്റിലോട്ട് അടക്കുന്നുണ്ട്. പക്ഷേ ഇത് മാനുഫാക്ചർ അടക്കുന്നുണ്ടെങ്കിലും ഈ 20 രൂപ ആരിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? ഈ 220 രൂപ അൾട്ടിമേറ്റ്ലി ആരുടെ? നമ്മളുടെ ഹോൾസെയിലർ എന്തായിട്ട് വരും? പർച്ചേസ് പ്രൈസ് ആയിട്ട് വരും അല്ലേ. സോ 220 റുപ്പീസ് നമ്മളുടെ ഹോൾസെയിലർ എന്തായിട്ട് വരും? പർച്ചേസ് പ്രൈസ് ആയിട്ട് വരുമ്പോൾ ഹോൾസെയിലർ ആ 220 റുപ്പീസ് ആർക്ക് കൊടുക്കുന്നില്ലേ? മാനുഫാക്ചറർ കൊടുക്കുന്നില്ലേ. അപ്പം മാനുഫാക്ചറർ കൺസ്യൂമറുടെ ബിഹാഫിൽ അടക്കുന്നതേ ഉള്ളൂ. അത് ആരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്? ഹോൾസെയിലറുടെ. അപ്പം ഇപ്പോൾ ആരാണ് ശരിക്കും ടാക്സ് അടച്ചത്? ആരാണ്? ഹോൾസെയിലറാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ ടാക്സ് അടച്ചത് ഹോൾസെയിലറാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? ടാക്സ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ഗവൺമെന്റിലോട്ട് നമുക്കിപ്പോൾ 20 റുപ്പീസ് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊന്ന് ശ്രദ്ധിക്കാം. ഹോൾസെയിലർ ഈ 220 റുപ്പീസ് ഇനി വാങ്ങിച്ചപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിരുന്നു ഓൺ ബിഹാഫ് ഓഫ് ആര്? കൺസ്യൂമർ അല്ലേ നിങ്ങൾ ടാക്സ് അടച്ചത്, അതുകൊണ്ട് നിങ്ങൾക്ക് ആ എമൗണ്ട് ഒരു അഡ്വാൻസ് പോലെ നിങ്ങൾ അടച്ചതാണ്. പക്ഷേ ആരടക്കണേ? കൺസ്യൂമർ അടയ്ക്കുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തിരിച്ചു തരാം. ഓക്കെ, ആ തിരിച്ചു തരാം എന്നുള്ളൊരു വാക്കാര് പറഞ്ഞിരുന്നു? ഗവൺമെന്റ് പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡബിൾ ടാക്സിന്റെ ഇഷ്യൂ വരാൻ കാരണം, അല്ലെങ്കിൽ ടാക്സ് ഓൺ ടാക്സിന്റെ ഇഷ്യൂ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ 220 എന്ന് പറയുന്ന എമൗണ്ട്, ഈ 220 എന്ന് പറയുന്ന എമൗണ്ടിൽ 20 രൂപ എന്തുണ്ട്? ടാക്സ് ഉണ്ട് അല്ലേ. സോ ഈ 20 രൂപ ഉണ്ടല്ലോ, 220ൻ്റെ അകത്ത് 20 രൂപ ടാക്സ്, നന്നായി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാം. സോ 220 രൂപയുടെ അകത്ത് 20 രൂപ നമുക്ക് എന്ത് വരുന്നുണ്ട്? ടാക്സ് എമൗണ്ട് വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ 20 രൂപ ടാക്സ് നമുക്ക് അതിൻ്റെ അകത്ത് 220ൻ്റെ അകത്തുള്ളത് കൊണ്ട് ഇതിനെ ഇനി കണ്ടിന്യൂ ചെയ്ത് വാല്യൂല് ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ 220ൻ്റെയും അടുത്ത സ്റ്റെപ്പിൽ വരും. ദെൻ ആ 20ൻ്റെ മുകളിൽ എന്ത് വരും? ടാക്സ് വരും. അങ്ങനെയല്ല ടാക്സ് ഓൺ ടാക്സ് എന്നുള്ളൊരു ഇഷ്യൂ വന്നത്. ഈ ടാക്സ് ഓൺ ടാക്സ് എന്നുള്ള ഇഷ്യൂ ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ പോരെ? അടുത്ത സ്റ്റെപ്പിൽ വാല്യൂ ആഡ് ചെയ്ത് പോകുമ്പോൾ ഈ 20ന് എന്ത് ചെയ്താൽ പോരെ? മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? 20 റുപ്പീസിന് എന്ത് ചെയ്യാണ്? മൈനസ് ചെയ്യാണ്. ഓക്കെ, സെക്കൻഡ്. യെസ്, സോ നമ്മൾ 20 റുപ്പീസ് എന്നാണ് മൈനസ് ചെയ്യണം. ഓക്കെ, സോ ഗവൺമെന്റ് പറയാണ് നിങ്ങൾ കൺസ്യൂമറുടെ ബിഹാഫിൽ നിങ്ങൾ അടച്ചതായതുകൊണ്ട് അത് നിങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചു തരാം. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ITC അവൈലമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ITC അവൈലമെന്റ്. സോ നന്നായിട്ട് മനസ്സിലാക്കാം. സോ എങ്ങനെയാണ് GST സിസ്റ്റത്തിലോട്ട് പോകുന്ന ആ ഒരു ഫ്ലോ ഒന്ന് ശ്രദ്ധിക്കാം. സോ 220ൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 20നെ മൈനസ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് പ്രൈസ് നമ്മൾ എത്രയിലോട്ട് മാറ്റാണ്? 200. എന്തുകൊണ്ടാണ് മുമ്പ് 220 തൊട്ട് മുകളിൽ ഈ 22 എന്നുള്ള ടാക്സ് ഒക്കെ ഇവിടെ വരാൻ കാരണം? നമ്മൾ 220 ആഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഫൈനലി 250ൻ്റെ അകത്ത് എൻ്റയർ 220 രൂപ അവിടെ വരികയാണ്. നമ്മൾ 20 എന്ത് ചെയ്യുന്നില്ല? മൈനസ് ചെയ്യുന്നില്ല. പിന്നീട് വാറ്റ് സിസ്റ്റം വന്നപ്പോൾ ഗവൺമെന്റ് പറയണം ഓക്കെ, ആ മുന്നടച്ച ടാക്സ് ഉണ്ടല്ലോ അത് നിങ്ങളുടെ പർച്ചേസ് പ്രൈസിൽ എന്ത് ചെയ്യേണ്ട? കൂട്ടണ്ട. കാരണം അത് നിങ്ങളുടെ കോസ്റ്റ് അല്ല, നിങ്ങളുടെ അസറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ അസറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. അസറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ഇഷ്യൂ അവിടെ വരുന്നത് എങ്ങനെ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വരുന്നത്? കാരണം അസറ്റുകൾക്കൊക്കെ ഡെബിറ്റ് ബാലൻസ് അല്ലേ. ഓക്കെ, അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തല്ലേ? ഡെബിറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ അസറ്റ് അല്ലേ. ഓക്കെ, അല്ല നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു എമൗണ്ട് വരാന്ന് വെച്ചാൽ നമുക്ക് അസറ്റ് ആണ് അല്ലേ. പക്ഷേ നമ്മൾ അതിന് മെസ്സേജ് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും യുവർ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റഡ് എന്നല്ലേ.
യുവർ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റഡ് എന്നാണ് മെസ്സേജ് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് വരുന്നത്? ബിക്കോസ് നമ്മളെ ബാങ്കിൽ നമ്മളുടെ പൈസ എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് എ ലൈബിലിറ്റി. ഇൻ കേസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പേരിൽ വന്നൊരു പൈസ നമുക്ക് തരാനുള്ളതായതുകൊണ്ട് അതൊരു ലൈബിലിറ്റി ആയതുകൊണ്ടാണ് ബാങ്ക് ആ എമൗണ്ട് എന്നത് ക്രെഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ സംസാരിക്കുന്നത് ഈ 20 രൂപ നമ്മൾ ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ഗവൺമെന്റിന്. അപ്പൊ നമുക്കത് അസെറ്റ് ആണെങ്കിലും ഗവൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂല് ഗവൺമെന്റ് അതെന്താണ്? ഒരു ലൈബിലിറ്റി ആണ്. അതുകൊണ്ടാണ് അതിന് ഗവൺമെന്റ് ടേംസിൽ പറയുമ്പോൾ അതെന്ത് വിളിക്കുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ITC എന്നുള്ള പേര് തന്നെ വരാൻ കാരണം, ആ ക്രെഡിറ്റ് എന്നുള്ള പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അസെറ്റാണ്, ഓക്കെ, നമ്മൾ അസെറ്റായിട്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസെറ്റ്സുകൾ കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തരുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് എ ലൈബിലിറ്റി ഫോർ ദ ഗവൺമെന്റ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ 220 നിന്ന് ITC അവെയിൽ ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ITC അവെയിൽമെൻറ്റിലൂടെ ആ 20 റുപ്പീസ് എന്ത് ചെയ്തു? കുറച്ച് എത്രയായി? 200 ആക്കിയപ്പോൾ അടുത്ത വാല്യൂലോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഈ 20 ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ടാക്സ് കാണുമ്പോൾ 20 മേൽ എന്ത് വരില്ല? ടാക്സ് വരില്ല. അതുകൊണ്ട് ടാക്സ് ഓൺ ടാക്സ് എന്നുള്ള പ്രോബ്ലത്തിന് ഇവിടെ വെച്ച് എന്ത് കാണാണ്? നമ്മൾ സൊല്യൂഷൻ കാണാണ്. ഓക്കെ, സോ ടാക്സ് ഓൺ ടാക്സ് ഉള്ളതിന് ഇവിടെ വെച്ചൊരു സൊല്യൂഷൻ നമ്മൾ കാണാണ്. സോ 20 റുപ്പീസ് എന്ത് ചെയ്യുന്നില്ല? അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ടാക്സ് ഓൺ ടാക്സ് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് രണ്ട് പ്രോബ്ലത്തിൽ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടു. ഏത്? ടാക്സ് ഓൺ ടാക്സ് ഉള്ള പ്രോബ്ലത്തിന് ഏതിലൂടെ? ത്രൂ ITC അവൈൽമെന്റിലൂടെ. ഓക്കെ, അഗെയിൻ ദിസ് 200 വിൽ കണ്ടിന്യൂ അല്ലെ. ഈ 200ൻ്റെ ഒപ്പം നമ്മൾ ഇതിൽ റോ മെറ്റീരിയൽ കോസ്റ്റ് ഇല്ല, ലേബർ കോസ്റ്റ് ഇല്ല, ഓവർ ഹെഡ്സ് നമ്മൾ ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ സെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർ ഹെഡ്സ് 10 റുപ്പീസും പ്രോഫിറ്റ് 20 റുപ്പീസും. സോ ഓവർ ഹെഡ്സ് നമുക്ക് എന്താണ്? 10 റുപ്പീസും പ്രോഫിറ്റ് 20 അടക്കം നമുക്ക് വന്ന പ്രൈസ് ഇതിൽ 230 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ 250 വന്ന സ്ഥലത്ത് നമുക്ക് 230 വന്നുള്ളൂ. ആ 20 റുപ്പീസ് നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റി. ആ ടാക്സ് ഓൺ ടാക്സ് ഇനിയപ്പോൾ വരില്ലല്ലോ. ബിക്കോസ് നമ്മൾ അത് ITC അവൈൽമെന്റിലൂടെ നമുക്ക് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കാണാൻ പറ്റി അല്ലേ. ദെൻ 23യുടെ 10% എന്ത് വരും? ടാക്സ് വരൂല്ലേ. ഓക്കെ, സോ സോറി 230യുടെ 10% എന്ത് വരും? ടാക്സ് വരും. ദാറ്റ് ഈസ് 23 വിച്ച് ഈസ് ഈക്വൽ ടു ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് 253. സോ 253 രൂപ. അപ്പോൾ 230ൻ്റെ 10% 23 ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് 253. 253 രൂപക്കായിരിക്കും നമ്മൾ ആര് വാങ്ങിക്കുന്നത്? റീറ്റെയിലർ എന്ത് ചെയ്യുന്നത്? വാങ്ങിക്കുന്നത് 253-നായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കാം. ഈ 253 എന്നുള്ള പ്രൈസ് എങ്ങനെ വന്നേ? 230യുടെ 10% ടാക്സ് അടക്കം. ഇനി 230 എങ്ങനെ വന്നേ? 200 പ്ലസ് വാല്യൂ അഡീഷൻ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ 200ന് ഓൾറെഡി ഇവിടെ ടാക്സ് കൊടുത്തല്ലേ. അപ്പോൾ ടാക്സ് കൊടുത്തൊരു എമൗണ്ട് ഈ 230 ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ എന്ത് ഇഷ്യൂ വന്നില്ല? വീണ്ടും ഡബിൾ ടാക്സ് വന്നില്ല. സോ ടാക്സ് ഓൺ ടാക്സിന് നമ്മൾ സൊല്യൂഷൻ കണ്ടു ത്രൂ ഏതിലൂടെ? ITC അവൈൽമെന്റിലൂടെ. ശ്രദ്ധിക്കുക, ടാക്സ് ഓൺ ടാക്സിന് നമ്മൾ സൊല്യൂഷൻ കണ്ടു ത്രൂ ITC അവൈൽമെന്റിലൂടെ. നേരെ മറിച്ച് ഈ 230ൽ ഈ 200 വീണ്ടും വന്നില്ലേ. അപ്പൊ ആ 200നും കൂടെയുള്ള ടാക്സ് അടക്കല്ലേ ഇപ്പൊ നമ്മൾ 23 കണ്ടത്. അപ്പൊ ഈ 23ൽ 200ന്റെ 10%ഉം then ഈ 30യുടെ 10% ആയുള്ള 3യും കൂടെ ചേർന്നിട്ടല്ലേ ഇപ്പൊ 23 ആയത്. ഓക്കെ അല്ലേ. അപ്പൊ വീണ്ടും അവിടെ ടാക്സ് ഓൺ ടാക്സ് ഇല്ലെങ്കിലും എന്തില്ലേ? ഡബിൾ ടാക്സേഷൻ വന്നില്ലേ. ഗവൺമെന്റ് പറയാണ് പേടിക്കേണ്ട, നിങ്ങൾ ഈ ടാക്സ് അടക്കുന്ന സമയത്ത് നിങ്ങൾ ഔട്ട്പുട്ട് ടാക്സ് അടക്കുന്ന സമയത്ത് 23 രൂപ നിങ്ങളുടെ ഔട്ട്പുട്ട് ടാക്സ് അടക്കുന്ന സമയത്ത്, ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റി അടക്കുന്ന സമയത്ത് ഗവൺമെന്റ് പറയാണ് ഇവിടെ നിങ്ങളൊരു 20 രൂപ, അത് 200ന്റെ 10% ആയിട്ടുള്ള 20 രൂപ നിങ്ങൾ ITC അവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അവെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ITC എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു കൂപ്പൺ പോലെ. ആ കൂപ്പൺ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ആ കൂപ്പൺ ഉപയോഗിക്കാനാണ് ഗവൺമെന്റ് പറയുന്നത്. സോ നേരെ എടുത്തു വെച്ച ITC നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് വരുന്നത്? ITC യൂട്ടിലൈസേഷൻ വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 20. ദെൻ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എത്ര രൂപ അടക്കാം? 3 റുപ്പീസ്. നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, സോ 23 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റി പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് നേരത്തെ നിങ്ങൾക്ക് ഒരു കൂപ്പൺ തന്നിരുന്നു അല്ലെ. സോ നിങ്ങൾ 20 രൂപ അടച്ചതിന് പകരമായിട്ടൊരു കൂപ്പൺ നിങ്ങൾക്ക് തന്നിരുന്നു ത്രൂ ITC അവൈൽമെന്റിലൂടെ. ആ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? 23 രൂപ അടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു മാക്സിലോ റിലയൻസ് ട്രെൻഡ്സിലൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്കൊരു 100 രൂപയുടെ കൂപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വട്ടം നമ്മളൊരു 500 രൂപയുടെ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ 100 രൂപയുടെ കൂപ്പൺ കൊടുത്താൽ ബാലൻസ് 400 രൂപയിലെ ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടി വരാം. സെയിം സിമ്പിൾ ലോജിക്കാണ് ഇവിടെയും അപ്ലിക്കബിൾ ആവുന്നത്. സോ ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു 20 റുപ്പീസിന്
എന്ത് തന്നിട്ടുണ്ടായിരുന്നു, ഒരു വൗച്ചർ തന്നിട്ടുണ്ടായിരുന്നു, ഒരു കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു ത്രൂ ITC അവൈൽമെന്റിലൂടെ. ദെൻ അടുത്ത സ്റ്റേജിൽ അടുത്ത വട്ടം നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ടാക്സ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 20 രൂപ കൂപ്പൺ അടച്ചത് വെച്ചത് എവിടെയാണ്, മാനുഫാക്ചറർ സ്റ്റേജിൽ വെച്ചിട്ട്. അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ഹോൾസെയിലർ സ്റ്റേജിൽ നമ്മൾ ടാക്സ് പേബിൾ കാണുമ്പോൾ 23 നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ കൂപ്പൺ ആയിട്ടുള്ള 20 മൈനസ് ചെയ്തിട്ട് ബാലൻസ് 3 rupees മാത്രം നമ്മൾ ഇലക്ട്രോണിക് ആയിട്ട്, ദാറ്റ് ഈസ് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജ് എന്നാണ് പറയുന്നത്. സോ നമ്മുടെ വാലറ്റ് നമ്മൾ ക്യാഷ് ആയിട്ട് അടക്കുമ്പോൾ നമ്മൾ നേരെ ഫിസിക്കൽ ക്യാഷ് അല്ല, പകരം ഇലക്ട്രോണിക് ക്യാഷിലായിട്ട് നമ്മൾ ഇത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലൂടെ 3 രൂപ നമ്മൾ എന്ത് ചെയ്യാം, പേ ചെയ്യാം ഗവൺമെന്റിലോട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എത്ര രൂപ പേ ചെയ്യുന്നുള്ളൂ, 3 രൂപ മാത്രമേ പേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജിൽ എത്ര കൊടുത്തു, 20 രൂപ. സെക്കൻഡ് സ്റ്റേജിൽ 23 രൂപ പേയബിൾ ഉണ്ടായിരുന്നെങ്കിലും ഓൾറെഡി 200 rupeesന്റെ ടാക്സ് കൊടുത്തത് കൊണ്ട് ITC അവൈൽമെന്റ് എന്താക്കി മാറ്റുന്നു, ITC യൂട്ടിലൈസേഷൻ ആക്കി മാറ്റി. ആ യൂട്ടിലൈസേഷനിലൂടെ ഏത് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നു, ഡബിൾ ടാക്സേഷൻ എന്നുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ 20 നമുക്ക് ഏത് വഴിയാണ്, ഡബിൾ ടാക്സ്. അപ്പൊ നമുക്ക് പ്രോബ്ലംസ് രണ്ടെണ്ണമായിരുന്നു. ഏതൊക്കെയാണ്, ടാക്സ് ഓൺ ടാക്സും അതുപോലെ തന്നെ ഡബിൾ ടാക്സും. ഈ ടാക്സ് ഓൺ ടാക്സിനുള്ള സൊല്യൂഷൻ നമ്മൾ ITC അവൈൽമെന്റിലൂടെയും അതുപോലെ തന്നെ ഡബിൾ ടാക്സിന്റെ സൊല്യൂഷൻ നമ്മൾ ITC യൂട്ടിലൈസേഷനിലൂടെയും നമ്മൾ സൊല്യൂഷൻ കണ്ടില്ലേ. അങ്ങനെ ഈ ഒരു സിസ്റ്റം നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ. ഓക്കെ അല്ലേ. അപ്പൊ ITC അവൈൽമെന്റും ITC യൂട്ടിലൈസേഷനിലൂടെയാണ് നമ്മൾ പണ്ടത്തെ പ്രോബ്ലത്തിന് എന്ത് കണ്ടത്, സൊല്യൂഷൻ കണ്ടത്. അതുകൊണ്ടാണ് GSTയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ITC അവൈൽമെന്റും യൂട്ടിലൈസേഷനും വരുന്നത്. ഓക്കെ ആണോ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, യെസ്. ഇനി തിരിച്ച് നമുക്ക് അടുത്ത സ്റ്റേജിലോട്ടൊന്ന് പോവാം. അടുത്ത സ്റ്റേജിൽ റീറ്റെയിലർ 253 നമ്മൾ എന്ത് വാങ്ങിച്ചത്, പ്രൊഡക്റ്റ് വാങ്ങിച്ചത് അല്ലേ. സോ അതിൻ്റെ അകത്ത് 23 രൂപ ടാക്സ് ഇല്ലേ. ഗവൺമെന്റ് പറയാണ്, ആക്ച്വലി കൺസ്യൂമർ അടക്കേണ്ട ടാക്സ് ആണ് നീ അടച്ചത്, അതുകൊണ്ട് നിനക്കൊരു വൗച്ചർ തരാം, അഡ്വാൻസ് വൗച്ചർ തരാം. ദാറ്റ് മീൻസ് 23 രൂപ നമ്മൾ എന്ത് ചെയ്യാണ്, ITC അവൈൽമെന്റ് എടുക്കുകയാണ്. സോ ITC അവൈൽമെന്റിലൂടെ നമ്മൾ 253 നിന്ന് 23 കുറച്ചാൽ അവിടെ ഏത് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ പറ്റും, ടാക്സ് ഓൺ ടാക്സ്. ഓക്കെ, ആ 23 നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാലൻസ് 230 അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ മാത്രമാക്കി 23 നമ്മൾ എടുത്തു കളഞ്ഞപ്പോൾ ടാക്സ് ഓൺ ടാക്സ് പോയി. ഇനി 230 നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷെ ശ്രദ്ധിക്കുക, ഈ 230ക്ക് ഓൾറെഡി നമ്മൾ 23 rupees ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ 230 കണ്ടിന്യൂ ചെയ്യുക. ദെൻ അതിനുശേഷം മെറ്റീരിയൽ ഇല്ല, ലേബർ ഇല്ല, 5 രൂപ എന്ത് വരുന്നു, 5 രൂപ ഓവർ ഹെഡ്സും 20 രൂപ പ്രോഫിറ്റും. അത് വേറെ ഒന്നുമല്ല, നമ്മളെ മുമ്പത്തെ സെയിം എക്സാമ്പിൾ നമ്മൾ 5ഉം 20ആണ് കണ്ടിന്യൂ ചെയ്തത്. പ്രോഫിറ്റ് ഒക്കെ ആയിട്ട് ആ സെയിം നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ശ്രദ്ധിക്കുക, 5ഉം 20ഉം ടോട്ടൽ ചെയ്യുമ്പോൾ ബേസിക് സെല്ലിംഗ് പ്രൈസ് 255 രൂപ വരും. അഗെയിൻ 255 രൂപയുടെ 10% ടാക്സ് കാണുമ്പോൾ ദാറ്റ് ഈസ് വാല്യൂ ആഡഡ് ടാക്സ് 25.5 വരും. ദെൻ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് വിൽ ബി 55 + 25 എന്ന് പറയുമ്പോൾ 280.5 വരും. ഈ 280.5-നാണ് ആര് വാങ്ങിക്കുന്നത്, കൺസ്യൂമർ വാങ്ങിക്കുന്നത്. 280.5. ഓക്കെ, ശ്രദ്ധിക്കാം. അഗെയിൻ ഈ 280.5 വരുമ്പോഴേ ഇവിടുത്തെ ടാക്സ് പേബിൾ എത്രയാണ്, 25.5 ആണ് അല്ലേ. പക്ഷെ വീണ്ടും ഇഷ്യൂ വരാണ്. എങ്ങനെയാണ് ഈ 25.5 വന്നത്? 25 rupeesന്റെ 10% ആയിട്ടുള്ള 2.5ഉം 230യുടെ 10% ആയിട്ടുള്ള 23യും. അപ്പം അങ്ങനെ ആ ഒരു 24.5 വന്നത് 23യും പിന്നെ 2.5 കൊണ്ട് ചേർന്നിട്ടാണ് 25.5 വന്നത്. ആക്ച്വലി നമ്മൾ ഈ 230 rupeesന് തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ എന്ത് കൊടുത്തതല്ലേ, ടാക്സ് കൊടുത്തതല്ലേ. ഇൻ കേസ് ഈ 230 rupeesന് നമ്മളിവിടെ ഓൾറെഡി എന്ത് കൊടുത്തതാണ്, 230ക്ക് ടാക്സ് കൊടുത്തതാണ്. അപ്പൊ അതിന്റെ മുകളിൽ വീണ്ടും ടാക്സ് ഉണ്ട് കഴിഞ്ഞാൽ സെയിം ഇഷ്യൂ, ദാറ്റ് ഈസ് ഡബിൾ ടാക്സേഷൻ നമ്മൾ അവിടെ എഫക്ട് ചെയ്യില്ലേ. ഡബിൾ ടാക്സേഷൻ ഉള്ള പ്രോബ്ലം വരുമല്ലോ. ഗവൺമെന്റ് പറയാണ്, സോ നമുക്കറിയാം അവിടെ ഡബിൾ ടാക്സ് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ 23 rupees ITC അവൈൽമെന്റ് ചെയ്തത് നിങ്ങൾ ഈ ടാക്സ് അടക്കുന്ന സമയത്ത് എന്തായിട്ട് എടുക്കണം, ITC യൂട്ടിലൈസേഷൻ ആയിട്ട് എടുത്തിട്ട് 23 rupees നിങ്ങൾ എന്ത് ചെയ്തു, ITC യൂട്ടിലൈസ് ചെയ്യുക. ദെൻ ആ 23 rupees ITC യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ബാലൻസ് ടാക്സ് പേബിൾ വിൽ ബി 2.5 ആയിരിക്കും. 2.5. അപ്പൊ 25.5 നിന്ന് 23 മൈനസ് ചെയ്യുമ്പോൾ 2.5 ആണ് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ വഴി നമ്മളിവിടെ അടക്കുന്നത്. ഓക്കെ അല്ലേ. സോ അപ്പോൾ 2.5 അടക്കുന്നുള്ളൂ. സോ അപ്പോൾ ഇവിടെയും നമുക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളായിരുന്നു ടാക്സ് ഓൺ ടാക്സും അതുപോലെ തന്നെ ഡബിൾ ടാക്സും. ഈ ടാക്സ് ഓൺ ടാക്സ് നമ്മൾ ITC അവൈൽമെന്റിലൂടെയും അതുപോലെ തന്നെ ഡബിൾ ടാക്സ് നമ്മൾ ITC യൂട്ടിലൈസേഷനിലൂടെയും നമ്മൾ എന്ത് കണ്ടു, സൊല്യൂഷൻ കണ്ടു. ക്ലിയർ ആണോ?
ഓക്കെ അല്ലേ? അപ്പോൾ ടാക്സ് ഓൺ ടാക്സ് ITC അവൈൽമെന്റിലൂടെയും അതുപോലെ തന്നെ ഡബിൾ ടാക്സേഷൻ ത്രൂ ITC യൂട്ടിലൈസേഷനിലൂടെ നമ്മൾ എന്ത് സൊല്യൂഷൻ കണ്ടിട്ട് ദ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് ടു ദ കൺസ്യൂമർ എത്രയായിരുന്നു? 280.5. ഓക്കെ അല്ലേ? ദ സെയിം എക്സാമ്പിൾ നമ്മൾക്ക് ഈ ഒരു വാല്യൂ ആഡഡ് ടാക്സ് വരുന്നതിനേക്കാൾ മുമ്പ് ദ സെയിം എക്സാമ്പിളിൽ ഫൈനൽ കൺസ്യൂമർ പ്രൈസ് എത്രയായിരുന്നു? 330 ആയിരുന്നു അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ വാറ്റ് വരുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ രാജ്യത്ത് ദ സെയിം പ്രൊഡക്റ്റ് 330 റുപ്പീസിന് വാങ്ങിച്ച ഒരു കസ്റ്റമർക്ക് ആഫ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വാറ്റ് അഥവാ GST നമുക്ക് 280.5 കിട്ടാണ്. ഓക്കെ, സോ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 49.5 റുപ്പീസിൻ്റെ എന്ത് വരുന്നുണ്ട്? ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പം ബിഫോർ വാറ്റ് 330 റുപ്പീസിന് വാങ്ങിച്ച ഒരു ഐറ്റം ഇപ്പോൾ ഒരു കസ്റ്റമർ വാങ്ങിക്കുന്ന 280.5-നാണെങ്കിൽ ഈ 49.5 എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അഗെയിൻ ഈ നമ്പർ നമ്മൾ എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? 49.5. ഓക്കെ, നമ്മൾ ഏർലിയർ ടാക്സേഷൻ സിസ്റ്റം അഥവാ ഹിസ്റ്റോറിക്കൽ സെയിൽസ് ടാക്സ് മെത്തേഡിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു ഏതൊക്കെ? ടാക്സ് ഓൺ ടാക്സും അതുപോലെ തന്നെ ഡബിൾ ടാക്സേഷനും അല്ലേ? ഈ രണ്ട് പ്രോബ്ലം വഴി നമ്മുടെ രാജ്യത്ത് നമ്മൾ ആ പ്രൊഡക്റ്റുമേ ആഡ് ചെയ്ത എക്സ്ട്രാ ടാക്സ് എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയായിരുന്നു? 49.5 ആയിരുന്നു അല്ലേ? അപ്പം നമ്മളുടെ ഈ രണ്ട് പ്രോബ്ലംസ് ആയിരുന്നു നമ്മളുടെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ സെയിൽസ് ടാക്സ് മെത്തേഡിലെ ഇഷ്യൂസ് എന്ന് പറഞ്ഞത്. അതെത്രയായിരുന്നു? 49.5 ആയിരുന്നു ഈ എക്സ്ട്രാ ടാക്സ് എന്ന് പറഞ്ഞത്. ആ ഒരു എക്സ്ട്രാ ടാക്സിന് അല്ലെങ്കിൽ നമ്മളെ മേജർ പ്രോബ്ലംസ് ആയിട്ടുള്ള ഡബിൾ ടാക്സിനും ടാക്സ് ഓൺ ടാക്സിനും ഒരു സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഏതിലൂടെ സാധിച്ചു? GSTയിലൂടെ സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഒരു എൻഡ് കൺസ്യൂമർക്ക് 49.5 സേവ് ചെയ്യാൻ പറ്റുന്നത് വഴി നമ്മുടെ രാജ്യത്തിലെ ഇൻഫ്ലേഷൻ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കുറക്കാനൊക്കെ ആയിട്ട് പറ്റി. ഓക്കെയാണോ? സോ ഇതാണ് ആ 49.5-ൻ്റെ ലോജിക്ക് വരുന്ന ആ എക്സ്ട്രാ ടാക്സ് നമുക്ക് ത്രൂ വാല്യൂ ആഡഡ് ടാക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? സേവ് ചെയ്യാൻ പറ്റി ത്രൂ ITC അവൈൽമെൻറ്റ് ആൻഡ് ITC യൂട്ടിലൈസേഷനിലൂടെ ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്ന പ്രോബ്ലത്തിനും അതുപോലെ തന്നെ ഡബിൾ ടാക്സ് എന്ന് പറയുന്ന പ്രോബ്ലത്തിനും നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റി? സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റി. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളുടെ ടോട്ടൽ വാല്യൂ ഓഫ് ദി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ, സോ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാനുഫാക്ചറർ ഉണ്ടാക്കിയ 200-ഉം ദെൻ റീറ്റെയിലർ ഉണ്ടാക്കിയ 30 രൂപ അടക്കം 230-യും ദെൻ വീണ്ടും ഹോൾസെയിലർ ഉണ്ടാക്കിയ 30-ഉം റീറ്റെയിൽ ഉണ്ടാക്കിയ 25-ഉം കൂടെ ചേർന്നിട്ട് ഫൈനൽ വാല്യൂ ഓഫ് ദി പ്രൊഡക്റ്റ് എത്രയായിരുന്നു? 255 ആണ്. ഓക്കെ, സോ 255 ആണ് ആക്ച്വലി നമ്മുടെ രാജ്യത്ത് അത് ആ പ്രൊഡക്റ്റിനുള്ള വാല്യൂ. 200 മാനുഫാക്ചറും 30 നമ്മുടെ ഹോൾസെയിലറും 25 റീറ്റെയിലറും കൂടെ ആഡ് ചെയ്തിട്ട് കൺസ്യൂമറുടെ കയ്യിലെത്തുന്നതിനേക്കാൾ മുമ്പ് ആ പ്രൊഡക്റ്റിലുണ്ടായിരുന്ന ഡിഫറൻറ്റ് സ്റ്റേജസിലെ വാല്യൂ അഡീഷൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 255 ആണെങ്കിൽ അല്ലേ? 255 ആണെങ്കിൽ ഗവൺമെൻറ് ടാക്സ് റേറ്റ് നമ്മൾ അസ്യൂം ചെയ്ത 10% ആണെങ്കിൽ ദെൻ മൾട്ടിപ്ലൈഡ് ബൈ 10% വിച്ച് ഈസ് ഈക്വൽ ടു 25.5 ആണ്. സോ ഗവൺമെൻറ്റിന് ആ പ്രൊഡക്റ്റും എത്ര രൂപ ടാക്സ് കിട്ടാൻ പാടുള്ളൂ? 25.5 രൂപ മാത്രമേ ടാക്സ് കിട്ടാൻ പാടുള്ളൂ ന്യായമായിട്ട് പറയുകയാണെങ്കിൽ. നമുക്ക് ചെക്ക് ചെയ്യാം 25.5 ആണോ കിട്ടിയിരിക്കുന്നതെന്ന്. തൊട്ട് മുമ്പത്തെ സ്റ്റേജ് നോക്കുമ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഗവൺമെൻറ് 20 റുപ്പീസും അടുത്ത സ്റ്റേജിൽ 3 റുപ്പീസും അടുത്ത സ്റ്റേജിൽ 2.5 റുപ്പീസും അടക്കം നമ്മൾ ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ 20 പ്ലസ് 3 പ്ലസ് 2.5 കംസ് ടു 25.5. കറക്റ്റ് ഈ എമൗണ്ട് മാച്ച് ആവുന്നുണ്ട് അല്ലേ? സോ പെർഫെക്റ്റ്ലി മാച്ച് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് ന്യായമായിട്ട് ഗവൺമെൻറ് എന്താണോ കിട്ടേണ്ടത് ആ ഒരു ടാക്സ് മാത്രമാണ് നമ്മളുടെ വാല്യൂ ആഡഡ് സിസ്റ്റത്തിലൂടെ വാല്യൂ ആഡ് ടാക്സ് സിസ്റ്റത്തിലൂടെ ഗവൺമെൻറ്റിന് ലഭിക്കുന്നത്. അപ്പോൾ അവിടെയും ഒരു പെർഫെക്ഷനായി അല്ലേ? സോ അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ 330 റുപ്പീസിന് കസ്റ്റമർക്ക് കിട്ടിയ പ്രൊഡക്റ്റ് 280.5-ന് കിട്ടുന്നത് വഴി ആ ഒരു 49.5 റുപ്പീസിൻ്റെ ടാക്സ് നമുക്ക് എക്സ്ട്രാ ടാക്സ് നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റി. അതുവഴി നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കുറയ്ക്കാനായിട്ട് പറ്റി. ദെൻ ടോട്ടൽ വാല്യൂ ആഡഡ് ഇൻ ദ കൺട്രി എത്രയായിരുന്നു? 255 ആയിരുന്നു. ആ 255 റുപ്പീസിൻ്റെ 10% ആയിട്ടുള്ള 25.5 ടാക്സ് വരേണ്ടത്. ദെൻ ആ 25.5-ൻ്റെ ടോട്ടൽ നമുക്ക് അതെങ്ങനെയാണ് വരുന്നത്? 20 പ്ലസ് 3 പ്ലസ് 2.5 25.5. അപ്പോൾ അതങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അതും മാച്ചായി. സോ ദാറ്റ് മീൻസ് വാല്യൂ ആഡഡ് ടാക്സ് സിസ്റ്റം ഒരു പ്രോബ്ലത്തിന് മുമ്പുണ്ടായ പ്രോബ്ലത്തിന് പെർഫെക്റ്റ് സൊല്യൂഷൻസ് എന്തുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ലോകത്ത് 1954 ഫ്രാൻസിലെ എക്കണോമിസ്റ്റുകൾ ഗവൺമെൻറ്റുകൾ എന്ത് റെക്കമെൻഡ് ചെയ്ത് വാറ്റ് നിങ്ങൾ കൊണ്ടുവരണം, അതുവഴി ഈ ടാക്സ് ഓൺ ടാക്സിനും അതുപോലെ തന്നെ ഡബിൾ ടാക്സിനും നമുക്കൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞത്. ആ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നതാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു എക്സാമ്പിളോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു
ഈ ഒരു പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടത് നമ്മൾ കണ്ടു. GSTയിൽ നമുക്കത് സെയിം കാണാൻ പറ്റും. ITC അവൈൽമെൻറ്റും ITC യൂട്ടിലൈസേഷനും. ഓക്കെ, ആക്ച്വലി നമ്മൾ ITC ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ആരും ഇങ്ങനെ ചിന്തിക്കാറില്ല. എന്തുകൊണ്ട് ITC അവൈൽമെൻറ്റ്, എന്തുകൊണ്ട് ITC യൂട്ടിലൈസേഷൻ. ടാക്സ് ഓൺ ടാക്സ് എന്നുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ITC അവൈൽമെൻറ്റ്. ഡബിൾ ടാക്സിൻ്റെ സൊല്യൂഷൻ ആയിട്ടാണ് ITC യൂട്ടിലൈസേഷൻ. ഓക്കെ, തിരിച്ചു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വാറ്റ് ഈസ് ഒരു മൾട്ടി സ്റ്റേജ് ടാക്സേഷൻ സിസ്റ്റമാണ് അല്ലേ. ഇറ്റ് ഈസ് നോട്ട് എ ടാക്സ്, ഇറ്റ് ഈസ് എ ടാക്സേഷൻ സിസ്റ്റം ബേസ്ഡ് ഓൺ മൾട്ടി സ്റ്റേജ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഈ മൾട്ടി സ്റ്റേജ്? ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ മാനുഫാക്ചർ കയ്യിൽ നിന്ന് ഇതേപോലെ ടാക്സ് വാങ്ങിച്ചപ്പോൾ കൺസ്യൂമർ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിക്കണ്ടല്ലോ, ടാക്സ് വാങ്ങിക്കണ്ടല്ലോ അല്ലേ. അവിടെയും നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇഷ്യൂസ് വരുന്നുണ്ട്. നമ്മൾ മാനുഫാക്ചർ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലി ഈ 200 റുപ്പീസിൻ്റെ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ടാക്സ് കിട്ടുള്ളൂ. ഫർദർ അതിനുശേഷം ഹോൾസെയിലർ, റീറ്റെയിലർ ലെവലിൽ വരുന്ന വാല്യൂ അഡീഷൻസിന് ഗവൺമെൻറ് എന്ത് കിട്ടില്ല, ടാക്സ് കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള മാനുഫാക്ചർ കയ്യിൽ നിന്ന് മാത്രമാണ് ടാക്സ് വാങ്ങിക്കുന്നത്. മൾട്ടി സ്റ്റേജിലോട്ട് നമ്മൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അത്രയും ടാക്സ് റവന്യൂ ലീക്കേജ് വരാനുള്ള, അതായത് ടാക്സ് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. സോ ടാക്സ് നഷ്ടം, അതുകൊണ്ടാണ് ഗവൺമെൻറ് മാനുഫാക്ചർ എന്നുള്ള സ്റ്റേജ് എന്ത് ചെയ്യുന്നത്, അവിടെ വെച്ചിട്ട് ടാക്സ് കംപ്ലീറ്റ് ചെയ്യാത്തത്. അടുത്ത സ്റ്റേജുകളിലും എന്ത് വാങ്ങിക്കുന്നത്, ടാക്സ് വാങ്ങിക്കുന്നത്. മാത്രമല്ല മാനുഫാക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ട്രേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ മാനുഫാക്ചർ നമുക്ക് ഈസിലി ട്രേസ് ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ്ലി ഒരു വലിയ ബിസിനസ് മാൻ ആയിരിക്കും. അപ്പോൾ ട്രേസിങ് എന്താണ്, പോസിബിൾ ആണ്. ഓക്കെ, മാത്രമല്ല നമ്മൾ ചെയ്ത് അവിടെ നമ്മൾ മൾട്ടി സ്റ്റേജ് കൊണ്ടുവന്നില്ലെങ്കിൽ ഫർദർ സ്റ്റേജിലെ ടാക്സ് നഷ്ടം. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ്, അപ്പോൾ എന്തിനാണ് എൻഡ് കൺസ്യൂമർ കയ്യിൽ നിന്ന്, എൻഡ് കൺസ്യൂമർ കയ്യിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവിടം വരെ എത്തുമ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ എന്ത് നടക്കുന്നുണ്ട്, വാല്യൂ എഡിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് അത് അവിടെ വരെ വാല്യൂ അഡീഷൻ അത് ടാക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് നഷ്ടമാവും. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് വരെ ടാക്സ് ചെയ്യുന്നത്. പക്ഷെ ഒരു കൺസ്യൂമർ നമുക്ക് എന്തില്ല, ഈസിലി ഐഡൻറ്റിഫയബിൾ ചെയ്യാൻ പറ്റില്ല. അവിടെ പ്രശ്നങ്ങളുണ്ട്. ഒരു കൺസ്യൂമർക്ക് എന്തില്ല, രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങൾ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൺസ്യൂമറെ ഈസിലി എന്തില്ല, ട്രേസബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലുള്ള സ്റ്റേജ് ആരാണ്, ഹോൾസെയിലർ, റീറ്റെയിലർ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഹോൾസെയിലർ, റീറ്റെയിലർ ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ RRR എന്ന് പറയുന്ന ഒരു, നമുക്ക് പഠിക്കാൻ വേണ്ടി RRR നമുക്ക് പറയാം. യു ഷുഡ് ടേക്ക് എ രജിസ്ട്രേഷൻ, യു ഷുഡ് മെയിൻറ്റെയിൻ ദ റെക്കോർഡ്സ് ആൻഡ് യു ഷുഡ് ഫയൽ എ റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്, രജിസ്ട്രേഷൻ, റെക്കോർഡ്സ്, അതുപോലെ തന്നെ റിട്ടേൺ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ആരോട്, നമ്മൾ ഹോൾസെയിലറോടും റീറ്റെയിലറോടും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് എടുക്കണം, GST രജിസ്ട്രേഷൻ എടുക്കണം, നിങ്ങൾ റെക്കോർഡ്സ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, നിങ്ങൾ റിട്ടേൺസ് എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ സ്റ്റേജിലെ ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാനുഫാക്ചർ ഈസിലി ട്രേസബിൾ ആണ്. ഓക്കെ, പക്ഷെ അവിടെ വെച്ച് ടാക്സ് ഇങ്ങനെ അവസാനിപ്പിച്ചാൽ ഗവൺമെൻറ് ടാക്സ് നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺസ്യൂമർ സ്റ്റേജ് വരെ എന്ത് കാണണം, ടാക്സ് കാണണം. അപ്പം അതിൻ്റെ ഇടയിൽ കൺസ്യൂമറിനെ ട്രേസബിൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൺസ്യൂമർ നോർമലി ട്രേസബിൾ അല്ല. പക്ഷേ എന്താ പറയുക, അപ്പോൾ അവിടെ കൺസ്യൂമർ ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഇവേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കൺസ്യൂമർ ട്രേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്തുണ്ടാവും, ടാക്സ് ഇവേഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയിലുള്ള ആൾക്കാരാണ് നമ്മളുടെ ഹോൾസെയിലറും റീറ്റെയിലറും. അപ്പോൾ അവരോട് ഗവൺമെൻറ് പറയാണ്, നിങ്ങളെ ഞങ്ങൾ ട്രേസ് ചെയ്യുന്നുണ്ട്. ഏതിലൂടെ, നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കണം, GST റിട്ടേൺസ് എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ അതിന് മുമ്പ് GST റെക്കോർഡ്സ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. സെക്ഷൻ നമ്പർ 35 അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. അപ്പോൾ രജിസ്ട്രേഷൻ RRR എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ, റെക്കോർഡ്സ്, ദെൻ റിട്ടേൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതാണ് മൾട്ടി സ്റ്റേജിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. രണ്ട് പ്രോബ്ലംസ്, ഈ ട്രേസിംഗ് എന്നുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ ഈ ടാക്സ് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അതും കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് സിസ്റ്റം ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിന് മാനുഫാക്ചറർ, ഹോൾസെയിലർ, റീറ്റെയിലർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ട്രേസ് ചെയ്യാൻ പറ്റും. ഈവൻ ദോ ഫൈനൽ കൺസ്യൂമർ ട്രേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടുത്തെ ഒരു ടാക്സ് ഇവേഷൻ ഒഴിവാക്കാനായിട്ട് ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന RRRലൂടെ, ദാറ്റ് ഈസ് രജിസ്ട്രേഷൻ, റെക്കോർഡ്സ്, റിട്ടേണിലൂടെ ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാനും പറ്റും. അതുവഴി ടാക്സ് ലീക്കേജ് ഒഴിവാക്കാനും പറ്റും. അങ്ങനെയാണ് വാറ്റ് അല്ലെങ്കിൽ GST ഒരു മൾട്ടി സ്റ്റേജ് ടാക്സേഷൻ സിസ്റ്റം ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ദെൻ നമ്മൾ പ്രോബ്ലംസ് പറഞ്ഞു, ഏതായിരുന്നു ടാക്സ് ഓൺ ടാക്സും അതുപോലെ തന്നെ ഡബിൾ ടാക്സും. ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമ്മൾ കൊണ്ടുവന്നത് ത്രൂ ITC അവൈൽമെന്റ് ആൻഡ് ITC യൂട്ടിലൈസേഷനിലൂടെയാണ്.
ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയാണ് ബേസിക് ഓഫ് ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്തടുത്ത സ്റ്റെപ്പിലോട്ട് GST നല്ല എന്താ പറയുക ITC പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാവണമെങ്കിലും ഈ ബേസിക് അറിഞ്ഞിരിക്കണം. സോ ബിഫോർ GST അല്ലെങ്കിൽ ബിഫോർ വാറ്റ് എന്തായിരുന്നു നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന ഒരു അവസ്ഥ, അതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ടാണ് നമുക്ക് വാറ്റും GST ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. യെസ്. അപ്പോൾ നിങ്ങൾ നോട്ടൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. നമ്മളായിട്ട് എക്സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യുക, ന്യൂമറിക്കൽ എക്സാമ്പിളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. താങ്ക് യു.